Good morning, all. Good morning, ma'am. Morning, ma'am. Morning, ma'am. ആരുല്ലേ? കാർത്തികൻ ലക്ഷ്മി മാത്രമല്ലോ, ബാക്കി ആരുല്ലേ? Good morning, ma'am. 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 മിസ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് ആണ് അല്ലെ എടുത്തോണ്ടിരുന്നത്. അതില് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ല മിസ് എടുത്തോണ്ടിരുന്നത്. ക്വാളിറ്റി മാനേജറുടെ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അതിന് മിസ് 9 പറഞ്ഞു അല്ലെ? 9 മിസ് പറഞ്ഞത്. അതെ മിസ്സേ. ബാക്കി എടുക്കാം നമുക്ക്. ഓക്കെ, 8 പറഞ്ഞോളോ. ഓക്കെ, 9 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മിസ് തുടങ്ങട്ടെ? ക്ലിയർ അല്ലേ എല്ലാം? ഓക്കെ, നെക്സ്റ്റ് 8 പറയുന്നത് പ്ലാനിങ് ആൻഡ് വർക്ക് ഔട്ട് പ്രോസസ്. 8 പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് to install and virtual grievance redressal system both for employees and the patients. എന്താണ് നമ്മുടെ എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും പേഷ്യൻസിനും എന്തുണ്ടാവും? ഒരുപാട് പരാതികൾ ഉണ്ടാവാം അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട്, ഡോക്ടേഴ്സിന്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവാം അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടി ഒരു വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സ്ഥാപിക്കാം. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഫീഡ്ബാക്ക്, ചില ഹോസ്പിറ്റലിൽ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വെർച്വൽ സിസ്റ്റം ഉണ്ട് അല്ലെ? റിഡ്രസൽ നമുക്ക് എന്താണ്, അവിടുത്തെ ലിങ്കുകളിൽ കയറി നമ്മുടെ പരാതികൾ പരിഹാരത്തിനുള്ള അല്ലെ, നമുക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്രൊഫൈലിൽ കയറി നമുക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള, അതേപോലെ നമ്മുടെ സ്റ്റാഫിനും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം സ്ഥാപിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്ട്രെങ്തൻ ആണ് കേട്ടോ. സ്ട്രെങ്തൻ തന്നെയാണോ കിടക്കുന്നത്? Strengthen of hospital MIS, KPI and report actions taken അല്ലെ? MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പണ്ടത്തെ പോലെ എഴുതിയൊക്കെയാണോ സൂക്ഷിക്കുന്നത് എല്ലാ വിവരങ്ങളും? കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ആണ് അല്ലെ? കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അല്ലെ അവര് എല്ലാ ഡാറ്റാസും ശേഖരിക്കുന്നതും അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രോസസ് ചെയ്യുന്നതും വിശകലനം ചെയ്യാനുള്ള. അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക അല്ലെ? ഒന്നും കൂടിയും ആ ടെക്നോളജീസ് കുറച്ചും കൂടിയും എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക, വിപുലീകരിക്കുക. കൂടാതെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലെ? അനസ്തീഷ്യ, ഓപ്പറേഷൻസ്, നമ്മുടെ എന്താണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്, ഫാർമസിയില്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റും ഒരുപാട് ഫങ്ഷൻസും നടത്തുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പ്രധാന പ്രവർത്തനങ്ങൾ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുക. അവിടെ ഒന്നും എറേഴ്സ് ഒന്നും ഇല്ലാതെ, അവിടെ ഒന്നും എന്താണ് പ്രോബ്ലംസ്, ഇഷ്യൂസ് അല്ലെ, അങ്ങനെയൊന്നും ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ, വിടവുകളൊന്നും ഇല്ലാതെ ശരിയായ രീതിയിൽ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യിക്കുക. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെ, എന്താണ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൻ, ഇത് സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ഇവർ എന്തൊക്കെ ആക്ഷൻസുകൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ
32 മാൻഡേറ്റഡ് ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങളുമായി വരുന്ന കീ ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ എന്ന് പറയും. അപ്പൊ അതെന്തൊക്കെയാണ്? ഇപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റേഴ്സിലാണെങ്കിൽ അവിടെ എന്താണ്, അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട് അല്ലെ, അവർക്ക് ഓപ്പറേഷൻ സർജറീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളില് എന്തെങ്കിലും എറേഴ്സ് വരാൻ പാടുണ്ടോ? തെറ്റുകൾ വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് സ്ട്രെങ്തൻ ചെയ്യുക, കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക, ഒരു പ്രശ്നങ്ങളില്ലാതെ, ഒരു പ്രോബ്ലംസും ഇല്ലാതെ, ഒരു തെറ്റുകളില്ലാതെ സ്ട്രെങ്തൻ ചെയ്യുക. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, MIS അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ട ഇംപ്രൂവ്മെന്റുകൾ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എ ഓൺഗോയിങ് പ്രോസസ് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ഓൺഗോയിങ് പ്രോസസ് ആവണമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണ്ടേ? വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അസസിങ് അതോറിറ്റിയെ കോർഡിനേറ്റ് ചെയ്യുക, അവരുമായിട്ട് സഹകരിക്കുക അല്ലെ, കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ അസസിങ് അതോറിറ്റിയില് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നമ്മുടെ ക്വാളിറ്റി മാനേജറുമായി സഹകരിച്ച് അങ്ങനെയുള്ള അസസിങ് പ്രോസസ്സുകൾ, അസസിങ് നടപടിക്രമങ്ങൾ നടത്തുക. നെക്സ്റ്റ് പറയുന്നത് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ. ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു അഷുറൻസ്, ക്വാളിറ്റി അഷുറൻസ്, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകളെ ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ. അതിനുള്ളൊരു ബെഞ്ച് മാർക്കാണ് അല്ലെ, ട്രേഡ് മാർക്ക് പോലെയല്ലേ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? വെൽ ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെ. ആണോ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പൊ എന്താണ്? എൻഷുർ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെ. നമ്മുടെ എംപ്ലോയീസ്, ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക. നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിൾ, നിങ്ങൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ സ്റ്റാഫിംഗ് പ്രോസസ് പഠിച്ചു അല്ലെ. ഓർമ്മയുണ്ടോ? റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ നമ്മൾ പ്ലേസ് ചെയ്യുക അല്ലെ, നിയമിക്കുക അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്? ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ് അല്ലെ. എന്താണ്? ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കാനുമുള്ള ഉത്തരവാദിത്വം നമ്മുടെ ക്വാളിറ്റി മാനേജർക്കാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട് അല്ലെ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കാനും അത് എന്താണ് ക്രമീകരിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം നമ്മുടെ ക്വാളിറ്റി മാനേജർക്കാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഏതെങ്കിലും പറയാനുണ്ടോ? 9, 10, 11, 12, 13 അഞ്ചെണ്ണം മിസ് പറഞ്ഞത്. അതിലെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മുടെ എംപ്ലോയീസിനും പേഷ്യൻസിനും അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ സെൽ സ്ഥാപിക്കുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലിലെ AMCയുടെ
ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് MIS അല്ലെ? ഓക്കെ, AMC അല്ലെ? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് കേട്ടോ, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്തിലാണ് സൂക്ഷിക്കുന്നത്? സിസ്റ്റത്തിലൊക്കെയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റുമായി നടത്തുന്ന പ്രധാന പ്രവർത്തനങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക. ഈ പ്രവർത്തനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ അവർ എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും കീപ്പ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് അസസിംഗ് അതോറിറ്റിയുമായിട്ട് നമ്മുടെ ക്വാളിറ്റി മാനേജർ കോർഡിനേറ്റ് ചെയ്യുക അല്ലെ? അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിന് വേണ്ട അവർക്ക് വേണ്ട എന്താണ്? കോർപ്പറേഷൻ സഹകരണം നടത്തുക. നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയീസ് അല്ലെ? എന്താണ്? ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഓരോ സെക്ഷനിലും ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ജോലികളാണ് കൊടുക്കുന്നത് അല്ലെ? അതിന് അനുയോജ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ കമ്മിറ്റീസ് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട്, നമ്മുടെ എന്താണ് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികള് രൂപീകരിക്കുകയും അത് ക്രമീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ക്വാളിറ്റി മാനേജർക്കാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ബാക്കി എല്ലാവർക്കും ശ്രീലക്ഷ്മി ഓക്കെ ആണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ആൽവിൻ എന്താണ്? ഓക്കെ ആണോ ആൽവിൻ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? അശ്വനി, ഷിത, ദിവ്യ, കാർത്തിക ഓക്കെയാണ്? ഓക്കെ. നെക്സ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നോക്കിയേ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് പ്രോസസ് അല്ലെ? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് അല്ലെ? എങ്ങനെയുള്ള പ്രക്രിയ? ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് എൻഹാൻസിംഗ് quality standard across the hospital of our country. നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം എന്താണ്? രോഗികളുടെ സംതൃപ്തി അല്ലെ? പേഷ്യൻസിന്റെ കണ്ടെയ്ൻമെന്റ് അല്ലെ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ എന്താണ്? ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അല്ലെ? ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത്, പ്രക്രിയയെയാണ് നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം മിസ്, നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലുകളിലെ പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനും എന്താണ്? ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് സർട്ടിഫിക്കേഷൻ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ക്വാളിറ്റി വേണം അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണോ? ഉറപ്പുവരുത്തണം അല്ലെ? എന്നാൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അല്ലെ? ആണ്. അപ്പൊ അതെന്താണ്? നമ്മുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും ഉയർത്തുന്നതിനുള്ള ഒരു പ്രക്രിയയല്ലേ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഓക്കെ ആണോ? നമ്മുടെ രാജ്യത്തുടനീളമുള്ള പേഷ്യൻസിന്റെ എന്താണ്? ആശുപത്രികളില് പേഷ്യൻസിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനും അവിടുത്തെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ? അതിൽ ആരൊക്കെയുണ്ട് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു സ്ട്രക്ചർ. ആദ്യമാണ് ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെ? നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്
എന്ന് പറയുന്നത് ആരാ? ടോപ്പ് മാനേജ്മെന്റ് അല്ലെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അണ്ടറില് ചീഫ് എക്സിക്യൂട്ടീവ് സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് അല്ലെ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവിൽ നിന്നുള്ള ഹെഡ് ആയിട്ട് സിഇഒ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് അല്ലെ, സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ. എന്താണ്? നമ്മുടെ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇവർ രണ്ടുപേരുടെയും അണ്ടറില് ക്വാളിറ്റി മാനേജർ, നമ്മുടെ സിഇഒന്റെ അണ്ടറിലും മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റിന്റെ അടിയില് ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജർ അണ്ടറിൽ ആരാണ്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അല്ലെ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. നെക്സ്റ്റ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ രണ്ടുപേരുണ്ടായിരിക്കും കേട്ടോ. ക്വാളിറ്റി എക്സിക്യൂട്ടീവും റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലെ മാത്രം പ്രവർത്തനങ്ങള് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയാൽ മതിയോ? ഉറപ്പ് നൽകിയാൽ മതിയോ? പോരാ അല്ലെ. നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളും കൂടി മെച്ചപ്പെടുത്തണം അല്ലെ, ഗുണനിലവാരം ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ക്വാളിറ്റി ക്ലീനിങ്, ഡയറ്ററി അല്ലെ, ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള്. അപ്പൊ ആരൊക്കെയാണ്? നമ്മുടെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറില് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ഇനി ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറില് ക്വാളിറ്റി കോഓർഡിനേറ്റർ ഉണ്ടോ? നിങ്ങളുടെ പ്രിന്റിലുണ്ടോ? ക്വാളിറ്റി കോർഡിനേറ്റർ ഉണ്ടോ? ഉണ്ട് അല്ലെ. ക്വാളിറ്റി കോർഡിനേറ്റർ. ക്വാളിറ്റി കോർഡിനേറ്ററിന്റെ അണ്ടറില് ആരാണ്? ക്വാളിറ്റി അസിസ്റ്റന്റ്. ഓക്കെ അല്ലേ? നമ്മൾ മിസ് ഇവിടെ പറഞ്ഞ AERB, BMW, AMC, MIS, KPI ഇതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഫുൾ ഫോമുകള് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു വെക്കാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പഠിച്ചു വെക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. DASH is a process for improving patient contentment and enhancing quality standard across the hospital of our country. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അത് അടയാളപ്പെടുത്തി വെക്കാം. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അക്രഡിറ്റേഷൻ അല്ലെ, അംഗീകാരം അല്ലെ. അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? അക്രഡിറ്റേഷൻ refers to public recognition അല്ലെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൊരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ആ ഒരു ഹോസ്പിറ്റലിനെ അംഗീകരിക്കാനോ റെക്കഗ്നൈസ് ചെയ്യാനോ ചെയ്യുന്നത് അല്ലെ. നമ്മ അവിടുത്തെ പരിചരണത്തിന് വേണ്ടി പോകും അല്ലെ. അല്ലെ. അപ്പൊ എന്താണ്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ എ ഇൻഡിപെൻഡന്റ്. ജനങ്ങൾ ഏറ്റെടുക്കൂ അല്ലെ. ഓക്കെ. അപ്പൊ എന്താണ്? ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ എ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഓഫ് ദാറ്റ് organization's level of performance in connection with the standard അല്ലെ. എന്താണ്? ഒരു ആശുപത്രിക്ക് അല്ലെ, ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു ഓർഗനൈസേഷന്റെ ലെവലുമായി ബന്ധപ്പെട്ട് ലെവൽ ഓഫ് പെർഫോമൻസ്, പെർഫോമൻസിന്റെ ആ ഒരു ലെവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? പ്രകടന നിലവാരത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ, സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ആ ഒരു ഹോസ്പിറ്റലിനെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നത് അല്ലെ. ഇതെന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അംഗീകാരം ലഭിച്ചു എന്ന് അടിച്ചു കൊടുക്കോ? സർട്ടിഫിക്കറ്റ് കൊടുക്കോ? ഇല്ല. അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തനങ്ങളുടെ അല്ലെ ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെ, ഓരോ
ഡിപ്പാർട്ട്മെന്റുകളിലെയും ഓരോ പ്രവർത്തനങ്ങളുടെയും എന്ത് നോക്കുന്നുണ്ട്? സ്റ്റാൻഡേർഡ് അല്ലെ, മാനദണ്ഡങ്ങള്, അവരുടെ നിലവാരങ്ങള് നോക്കിയിട്ടാണോ? ഒരു ഹോസ്പിറ്റലിന് ഒരുപാട് എറേഴ്സ് പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുള്ള ഹോസ്പിറ്റലിന് നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കോ? ഒരു ഹോസ്പിറ്റലില് ക്ലീൻ ഇല്ല, ഹൈജീൻ അല്ല, വേസ്റ്റ് ഡിസ്പോസൽ ശരിയായ രീതിയിൽ നടത്തുന്നില്ല, ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈന്റ്സുകൾ വരുന്നുണ്ട്, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട്, അവിടുത്തെ കൺസ്ട്രക്ഷൻസിന് ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ്, സ്റ്റാഫുകൾക്ക് ശരിയായ എഡ്യൂക്കേഷൻ ഇല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കോ? ഇല്ല. അതെന്താണത്? അവരുടെ പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലായ്മയാണ് അല്ലെ, പ്രകടനത്തില് ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിന് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണോ? അല്ലേ? ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റഡ് ആയി അല്ലെ, അക്രഡിറ്റേഷൻ കൊടുത്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ, അവിടുത്തെ ഓരോ ഘട്ടങ്ങളും ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെ, ഓരോ ഘട്ടങ്ങളിലും അവരുടെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്റ്റേണൽ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലെ, ഒരു സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെയാണോ? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അല്ലെ. നമുക്ക് ആരെങ്കിലും ഫേവർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഫേവർ ചെയ്യുമ്പോ എന്ത് പറ്റും? ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കേണ്ടി വരും അല്ലെ. ആ ഒരു ഓർഗനൈസേഷന് ഫേവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കേണ്ടി വരും? അംഗീകാരം കൊടുക്കേണ്ടി വരും അല്ലേ? ആണോ? നിങ്ങൾ മൂവീസിലൊക്കെ കാണുന്നതല്ലേ, പൈസ മേടിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? അങ്ങനെയല്ല, ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ, സ്വതന്ത്രമായിട്ടുള്ള ഒരു ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെയാണോ? എന്താണ്? ഒരു ആശുപത്രിക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇൻ കണക്ഷൻ വിത്ത് സ്റ്റാൻഡേർഡ്, അവിടുത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരത്തിന്റെ ഒരു സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് നടത്തുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണോ എല്ലാവർക്കും? അവിടുത്തെ പ്രവർത്തനങ്ങളെ ഒരു ബാഹ്യ വിലയിരുത്തൽ നടത്തി അവരുടെ നിലവാരങ്ങളൊക്കെ കറക്റ്റ് ആണോ, ശരിയായ രീതിയിലാണോ എന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണം, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കണം, അല്ലെങ്കിൽ ജെസിയുടെ അക്രഡിറ്റേഷൻ ലഭിക്കണം എന്തില്ല, നിർബന്ധമില്ല അല്ലെ, കമ്പൽസറി അല്ല. ഇപ്പൊ കിട്ടണം നിർബന്ധമുണ്ടോ? നമ്മ പോകുന്ന എല്ലാ ഹോസ്പിറ്റലിലും അക്രഡിറ്റേഷൻ ലഭിച്ചതാണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ്? നമുക്ക് നാബിന്റെ അക്രഡിറ്റേഷൻ, നാബിന്റെ ആയിക്കോട്ടെ ജെസിയുടെ ആയിക്കോട്ടെ, അക്രഡിറ്റേഷൻ ലഭിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ഇറ്റ് ഈസ് an ongoing or continuous process. ഇപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നമുക്ക് ഈ വർഷം അംഗീകാരം ലഭിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ 3 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് പുതുക്കണം. 4 വർഷത്തേക്കാണ് ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷൻ നിലനിൽക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ വീണ്ടും പുതുക്കണ്ടേ? പുതുക്കണം അല്ലെ. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ് ആണ്. നമ്മൾ ഇത് എത്ര നാള് നമുക്ക് ഇത് നിർത്തണോ, ഇത് ആ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു അക്രഡിറ്റേഷൻ നിലനിർത്തണോ, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്രഡിറ്റേഷൻ തുടർന്ന് കൊണ്ടിരിക്കണം. ഓക്കെയാണോ? അതല്ലെങ്കിൽ ആ ഒരു 4 വർഷം കഴിയുമ്പോൾ ആ ഒരു അക്രഡിറ്റേഷൻ, ആ ഒരു പീരീഡ് കഴിഞ്ഞു, പിന്നെ ഹോസ്പിറ്റലിൽ അംഗീകാരമില്ല. അംഗീകാരം തുടരണമെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ?
നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. നമുക്കറിയാം ഈ ഒരു ഹോസ്പിറ്റലിൽ അംഗീകാരം ലഭിച്ചു എന്ന് പറയുന്നത് 3 കൂട്ടർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉള്ളത്. ആർക്കൊക്കെയാണ്? അക്രഡിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡാഷ് റെഫേഴ്സ് ടു എ പബ്ലിക് റെക്കഗ്നിഷൻ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ഈ അക്രഡിറ്റേഷൻ കൊണ്ട് 3 കൂട്ടർക്കാണ് ബെനിഫിറ്റ്സ് ഉള്ളത്. ആർക്കൊക്കെയാണ്? പേഷ്യൻസിന് അല്ലെ. പ്രൈമറി ബെനിഫിറ്റ്സ് ആർക്കാണ്? പേഷ്യൻസിനാണ്. നെക്സ്റ്റ് ആർക്കാണ്? ആ ഒരു ഹോസ്പിറ്റലിനുണ്ടോ, ഓർഗനൈസേഷൻ ഉണ്ടോ അക്രഡിറ്റേഷൻ കൊണ്ട്? ഇല്ല. പിന്നെ ആർക്കാണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കുണ്ടോ ബെനിഫിറ്റ്സ്? സ്റ്റാഫുകൾക്ക് അല്ലെ. അപ്പൊ 3 കൂട്ടർക്കാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പൊ നോക്കാം ഓരോരുത്തർക്കും എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി അല്ലെ. ഏറ്റവും കൂടുതൽ വലിയ ഉപഭോക്താക്കൾ ആരാ? ബെനിഫിഷ്യറി ആർക്കാണ്? പേഷ്യൻസിനാണ് അല്ലെ. നമുക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ അല്ലെ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കിയിട്ടാണ് അല്ലെ നമുക്ക് അവർ ട്രീറ്റ്മെന്റ് തരുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പേഷ്യൻസിനാണ്. പേഷ്യൻസിനാണ് കേട്ടോ. ഏറ്റവും വലിയ പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടാണ് അവർ ആ ഒരു പ്രോസസ്സ് അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യൻസിനാണ് ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് accreditation cause high quality of care and patient safety അല്ലെ. അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നുണ്ടോ അല്ലെ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഹൈ ക്വാളിറ്റി കെയർ കൊടുത്താൽ മാത്രമാണ് അല്ലെ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ അല്ലെ. അല്ലെ ആ ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം കൊടുത്താൽ മാത്രമാണ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ അതാർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ്സ്? പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണങ്ങള് ഉയർന്ന ഗുണനിലവാരത്തിനും പേഷ്യൻസിന് രോഗികളുടെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നു. ഓക്കെ അല്ലേ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് the patients are serviced by credentialed medical staff അല്ലെ. നമുക്ക് യോഗ്യത ഉറപ്പുവരുത്തണം അല്ലെ. ക്വാളിറ്റി മാനേജർ അവിടുത്തെ സ്റ്റാഫുകളുടെ ഉയർന്ന എഡ്യൂക്കേഷൻ അല്ലെ ആണോ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്നത് ആരായിരിക്കും? ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ ഉയർന്ന യോഗ്യതയുള്ള അല്ലെ ക്രെഡൻഷ്യൽ ഡോക്ടേഴ്സ്, അതർ സ്റ്റാഫുകൾ, നഴ്സുമാര്, മറ്റു ടെക്നോളജിക്കൽ സ്റ്റാഫുകളൊക്കെ അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്നത് ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫുകൾ, യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അല്ലെ. നമ്മുടെ പേഷ്യൻസിന്റെ അവകാശങ്ങള് ബഹുമാനിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ റൈറ്റ്സ് എന്താ? ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം അല്ലെ, ട്രീറ്റ്മെന്റ്, ഗുഡ് സർവീസ് കിട്ടാല്ലേ. അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റ്സുകൾ, അവകാശങ്ങള് ബഹുമാനിക്കപ്പെടുകയും അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ് അല്ലെ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൺ ഗോയിങ് പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഓൺ ഗോയിങ് പ്രോസസ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ ഡിഫക്റ്റുകൾ അവർ കണ്ടുപിടിക്കണം അല്ലെ. പോരായ്മകൾ മനസ്സിലാക്കണ്ടേ? ആ പോരായ്മകൾ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം അല്ലെ. പല രീതിയിൽ മനസ്സിലാക്കാം. അപ്പൊ നമുക്കിപ്പോ പേഷ്യൻസ് വരുമ്പോൾ അവരിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ എടുത്ത് നമുക്ക് ഫീഡ്ബാക്ക് മേടിക്കാം. സാറ്റിസ്ഫാക്ഷൻ സർവേ മേടിച്ചിട്ട് നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാലോ. സംതൃപ്തി ഓക്കെ അല്ലേ.
അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇംപ്രൂവ്മെന്റുകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തി അവര് ഫ്രീക്വന്റ്ലി ആയിട്ട് വിലയിരുത്തുന്നു. ഓക്കെയാണോ? എന്നിട്ട് അതിനുള്ള മാറ്റങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനില് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് accreditation to a healthcare organization invigorates continuous improvement. അല്ലെ? എന്താണ് നമ്മുടെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്നുള്ളത്? ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ആരോഗ്യ പരിചരണ ഓർഗനൈസേഷന്റെ എന്താണ് തുടർച്ചയായിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. അല്ലെ? നമ്മ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറഞ്ഞപ്പോ പഠിച്ചു അല്ലെ? എന്താണ് ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ? അവർ തുടർച്ചയായി വിലയിരുത്തി മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ തുടർച്ചയായിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ? ഇൻവിഗറേറ്റ്സ്. ഓക്കെ ആണോ? അവർ മാറ്റങ്ങൾ കൊണ്ടുവരാണ് അല്ലെ? ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടു, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടു, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എറർ കണ്ടാൽ അവരെന്താണ് അത് മാറ്റോ? മാറ്റില്ലേ? പോരായ്മകൾ നികത്തില്ലേ? പോരായ്മകൾ നികത്തല്ലേ? അപ്പൊ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. അവിടെ ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രശ്നങ്ങളും ഒരു എറേഴ്സും ഇല്ലെങ്കിൽ മാത്രമാണ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് അല്ലെ? അപ്പൊ ആ പോരായ്മകൾ അവരെന്ത് ചെയ്യാൻ നോക്കും? നികത്താൻ നോക്കോ? നെക്സ്റ്റ് പറയുന്നത് it lets the organization demonstrate the commitment of quality care and patient safety, thereby guarantees best clinical outcomes. അല്ലെ? എന്താണ്? ഗുണനിലവാരമുള്ള പരിചരണവും രോഗികളുടെ സുരക്ഷയും എന്താണ്? സുരക്ഷ ഓർഗനൈസേഷൻ ഉറപ്പ് നൽകുന്നതിലൂടെ നമുക്ക് എന്താണ്? പേഷ്യൻസിൽ നിന്ന് മികച്ച ക്ലിനിക്കൽ ഔട്ട്കംസ് നൽകുന്നു അല്ലെ? പേഷ്യൻസിന് ആണോ? പേഷ്യൻസിന് എങ്ങനെയുള്ള പരിചരണമാണ് കൊടുക്കുന്നത്? ഗുണനിലവാരമുള്ള പരിചരണം അല്ലെ? ക്വാളിറ്റി കെയർ ആണ് അല്ലെ കൊടുക്കുന്നത്? ഗുണനിലവാരമുള്ള പരിചരണം. കൂടാതെ രോഗികളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ടോ? ഓർഗനൈസേഷൻ ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ? അക്രഡിറ്റേഷന് അവര് വിധേയരാകണമെങ്കിൽ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ക്വാളിറ്റി കെയറും ഉറപ്പ് നൽകി അതേപോലെ അവര് പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി കെയറും പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഉറപ്പ് നൽകുന്നതിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മികച്ച ക്ലിനിക്കൽ ഔട്ട്കംസ് നൽകുന്നു അല്ലെ? ഇപ്പൊ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? പേഷ്യൻസിന് അസുഖങ്ങൾ ഭേദമാകുന്നുണ്ടോ? ഭേദമാകുന്നുണ്ട് അല്ലെ? അവരുടെ ഹെൽത്ത് അവർക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അവരുടെ ആരോഗ്യം അവർക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുവഴി എന്താണ്? മികച്ച ക്ലിനിക്കൽ ഔട്ട്കംസ് നൽകുന്നു. ഓക്കെ അല്ലേ? ആ ഒരു ഓർഗനൈസേഷൻ നൽകുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, it raises community confidence in the service given by the healthcare organization as services provided by credentialed medical staff. അല്ലെ? എന്താണ്? നമുക്കറിയാം ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ്, നമ്മുടെ സമൂഹത്തിന് എങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ആണ് ലഭിക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകള്, മെഡിക്കൽ സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരാണ്? ക്രെഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെ? യോഗ്യരായിട്ടുള്ള അല്ലെ? ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെ? ഉയർന്ന
ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ എങ്ങനെയായിരിക്കും? ഗുണനിലവാരമുള്ള സർവീസുകളായിരിക്കും, അല്ലെ? ബെസ്റ്റ് സർവീസുകളായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ ഉയർത്താൻ സാധിക്കുന്നു, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അവിടേക്ക് ഒരുപാട് പേഷ്യൻസ് വരും, അല്ലെ? അപ്പൊ അതൊരു ഓർഗനൈസേഷന്റെ ഒരു പ്രോഫിറ്റ് അല്ലേ? ഒരുപാട് പേഷ്യൻസ് വരുന്നത്, അല്ലെ? അപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലില് സർവീസ് നൽകുന്നത് ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അല്ലെ, നമ്മുടെ സമൂഹത്തില് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്, അല്ലെ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയല്ലേ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഒരുപാട് ആളുകൾ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും, അല്ലെ? അട്രാക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെ? അപ്പൊ നെക്സ്റ്റ് നോക്കിയേ. It provides an opportunity to healthcare unit to benchmark with the best, അല്ലെ? അവർക്കൊരു ബെഞ്ച് മാർക്ക് കൂടിയാണ്, ഒരു ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയാം, ഒരു സിംബൽ എന്നൊക്കെ പറയാം, അല്ലെ? അവര് കൊടുക്കുന്ന സർവീസുകള് ക്വാളിറ്റി ഉള്ളതാണ്, ബെസ്റ്റ് ആണ്, അല്ലെ? എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണോ? അവസരം കൂടിയാണ്, അല്ലെ? എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ യൂണിറ്റിന്, അല്ലെ, ആ ഒരു ഓർഗനൈസേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൂടിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അവര് കൊടുക്കുന്ന സർവീസുകൾ, അല്ലെ, സേവനങ്ങള്, അവര് കൊടുക്കുന്ന പരിചരണങ്ങള്, അവർക്ക് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകള് ബെസ്റ്റ് ആണ്, അല്ലെ, സൂപ്പർ ആണ്, ബെറ്റർ ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്ക് കൂടിയാണ് ഈ ഒരു അക്രഡിറ്റേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് an accreditation status also provides a marketing advantage in competitive health care, അല്ലെ? ഈ ഒരു കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയർ അവർക്കൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്, അല്ലെ? ഒരു ഗുണം കൂടിയാണ്, അല്ലെ? എന്ത്? ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അല്ലെ? ഒരുപാട് ആളുകളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കുമോ? ആ ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്, അവിടുത്തെ സർവീസുകൾ ക്വാളിറ്റി ഉള്ളതായിരിക്കും, അവിടുന്ന് നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തും, അവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം നമ്മുടെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണ്, അല്ലെ? അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അല്ലെ? മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടി ആണ് ഈ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the HCO standards have been certified by ISQO provides an international recognition which will also help to encourage medical tourism. അതായത് ISQO ന്റെ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ, നമ്മുടെ അന്താരാഷ്ട്ര തലത്തില് ഒരു അംഗീകാരം നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ലഭിക്കുന്നത് എന്താണ്? അവരുടെ ഒരു മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യാനായിട്ട്, പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു. HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ISQO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ISQO QUA എഴുതിയെടുക്കാം കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ നിലവാരങ്ങളെ, സ്റ്റാൻഡേർഡുകളെ ഒന്നുകൂടെ പറയണം. ഇന്റർനാഷണൽ സൊസൈറ്റിയിലാണ് അവർ ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി, QUA, ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ.
എന്താണ് ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ നിലവാരങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് അല്ലെ, അവർ സർട്ടിഫൈഡ് ചെയ്യാണ്, അംഗീകാരം കൊടുക്കുകയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നു അല്ലെ. നമുക്കപ്പോ അംഗീകാരം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ. നാബ് എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ലെവലിലാണ് അല്ലെ അല്ലേ അല്ലേ ആ പക്ഷെ ISQU എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലാണ്. അപ്പൊ നമ്മുടെ മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും അല്ലെ. നമുക്ക് കാണാറുണ്ട് പാസ്റ്റർ മെഡിസിറ്റി, അഹല്യ, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ എന്താണ് പുറമേ നിന്ന് ഫോറിൻ കൺട്രീസിൽ നിന്ന് ആളുകൾ വന്ന് കാണട്ടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ് അത് അല്ലെ? പുറമേ നാട്ടിലുള്ള ഫോറിൻ കൺട്രീസിലുള്ള ആളുകളെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാണ് അല്ലെ. നമ്മ പറയാനുണ്ട് കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി ആണ് അല്ലെ. ബെറ്റർ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ അല്ലെ. അപ്പൊ നമ്മ എന്താണ് മെഡിക്കൽ ടൂറിസം ആണോ എൻകറേജ് ചെയ്യുന്നത്? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ പറഞ്ഞ് നമ്മുടെ എന്താണ് നമ്മുടെ രാജ്യത്തെ കാണാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് അല്ലെ. ഇവിടുത്തെ പച്ചപ്പും തോട് പുഴയും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട്. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിന് ഈ ഒരു ISQU ആയുർവേദ ഹോസ്പിറ്റൽ വരാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലെ ക്വാളിറ്റി ഉണ്ടല്ലേ, ഗുണനിലവാരമുണ്ട്. അതേപോലെ പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു എന്ന് ഇന്റർനാഷണൽ ലെവലിൽ അംഗീകരിച്ചുകൊണ്ടാണ് ISQUA അല്ലെങ്കിൽ JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഇന്റർനാഷണലിലുള്ള ആളുകളെ അല്ലെ, ഫോറിൻ കൺട്രീസിലുള്ള ആളുകളെ നമ്മുടെ രാജ്യത്തിലേക്ക് മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടി അട്രാക്ട് ചെയ്യുന്നു. ഓക്കെയാണോ? ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ നിന്നും പോവാറുണ്ട് അല്ലെ. നമ്മ മുഖ്യമന്ത്രിമാരൊക്കെ പോവാറുണ്ട്, അമേരിക്കയിലൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാറുണ്ട്, കാണാറില്ലേ ന്യൂസിലൊക്കെ ഇല്ലേ? ഫോറിൻ കൺട്രീസിലേക്ക് പോവാണ് അല്ലെ അവര്. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കാണിക്കുന്നത് ഇപ്പോ പോയില്ലേ? ഓക്കെ. അതേപോലെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആളുകളും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും പരിചരണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് in the end accreditation provides an objective system of empanelment by insurance and other third parties. And last in the end പോലെ എന്താണ് അക്രഡിറ്റേഷൻ, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസുകൾ എംപാനൽമെന്റ് ബൈ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കാര് അതേപോലെ നമുക്ക് ക്ലെയിം ഒക്കെ തരുന്ന മറ്റു പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഹോസ്പിറ്റലിനെ അംഗീകാരം അവരുടെ ഇൻഷുറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? തെരഞ്ഞെടുക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്വാളിറ്റി കെയർ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പേഷ്യൻസ് അങ്ങോട്ട് പോകും അല്ലെ. ആണോ? പോകും. അപ്പൊ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന് ഇൻഷുറൻസ് കമ്പനിക്കാര് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ക്ലയന്റിന് കിട്ടുന്നുണ്ടോ? പാസ്റ്റർ മെഡിസിറ്റിയില് ഇന്നൊരു ഇൻഷുറൻസിന്റെ എന്താണ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അല്ലെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻഷുറൻസ് കമ്പനി ചോയ്സ് ചെയ്യോ, സെലക്ട് ചെയ്യോ ഇൻഷുറൻസ് എടുക്കാനായിട്ട്? സെലക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഇങ്ങനെ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ അതർ പാർട്ടീസ് എന്താണ് അവരുടെ ഇൻഷുറൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുക്കാൻ കാരണമാകുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? നെക്സ്റ്റ് എടുക്കാലോ. accreditation, sorry,
accreditation for staff അല്ലെ സോറി accreditation അല്ല benefits for staff സ്റ്റാഫുകൾക്ക് എന്തൊക്കെ benefits ആണ് the staff is an accredited hospital is content alone since it provides for continuous learning good working environment and leadership അല്ലെ എന്താണ് ആ ഒരു accredited ആയിട്ടുള്ള ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടോ കണ്ടന്റ് സംതൃപ്തരായിരിക്കും അല്ലെ എന്താണ് ഇപ്പൊ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഒക്കെ ആണെങ്കിൽ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റൽ ഒക്കെ ആണെങ്കിൽ അവര് എന്ത് ചെയ്യും ഇംപ്രൂവ് ചെയ്യും അല്ലെ അവരുടെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരും പുതിയ ടെക്നോളജീസ് കൊണ്ടുവരും അല്ലെ പുതിയ എക്യുപ്മെന്റുകൾ പുതിയ മെഷീനറീസ് ഒക്കെ കൊണ്ടുവരും അല്ലെ പുതിയ സിസ്റ്റം കൊണ്ടുവരും ആണോ ആണ് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാഫുകൾക്കും അതിനുള്ള ട്രെയിനിങ് എഡ്യൂക്കേഷൻ കൊടുക്കും സ്റ്റാഫുകളും അതിനനുസരിച്ച് അവരുടെ സ്കില്ലുകളും നോളജുകളും ഒക്കെ വർദ്ധിപ്പിക്കണം അല്ലേ അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ലഭിക്കുന്നുണ്ട് അല്ലെ പിന്നെ അവർക്ക് എന്താണ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും അവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലെ പിന്നെ എന്താണ് അവിടെയുള്ള ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കും മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആയിരിക്കും അല്ലേ പേഷ്യൻസിന് അവരുള്ള സ്റ്റാഫുകളെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന അല്ലെ അപ്പൊ എന്താണ് അംഗീകൃത ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് വളരെയധികം എന്തായിരിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ സംതൃപ്തരാണ് കാരണം എന്താണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെ തുടർച്ചയായിട്ടുള്ള ഒരു പഠനം നടത്തുന്നുണ്ട് അവർക്കൊരു നല്ല പ്രവർത്തനാന്തരീക്ഷം ലഭിക്കുന്നുണ്ട് കൂടാതെ അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് എന്നൊക്കെ പറയുന്നത് നല്ല ലീഡർഷിപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ ഓക്കെയാണോ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അല്ലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന അല്ലെ നമ്മുടെ സ്റ്റാഫുകളുടെ സ്കിൽസുകളും നോളജുകളും അവരുടെ എബിലിറ്റീസും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള എന്താണ് ലേണിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് ആയിരിക്കും അവർക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും നെക്സ്റ്റ് പറയുന്നത് കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ഓൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് അംഗീകൃത ഹോസ്പിറ്റല് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട് കഴിവുകൾ അല്ലെ കേപ്പബിലിറ്റീസും അവരുടെ സ്കിൽസുകളൊക്കെ എന്താണ് വർദ്ധിപ്പിക്കോ എൻഹാൻസ് ചെയ്യിക്കോ അല്ലേ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ അവർക്ക് പുതിയ പുതിയ ടെക്നോളജീസിന്റെ വരുന്നുണ്ട് ഫെസിലിറ്റീസ് വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതിനനുസരിച്ച് അവരുടെ എബിലിറ്റീസും സ്കില്ലുകളും എന്താണ് വർദ്ധിപ്പിക്കുന്നു ഓക്കെയാണോ എൻഹാൻസ് ചെയ്യുന്നു നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് എൻഹാൻസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് knowledge and skills in a systematic way with the defined ownership and accountability of all the staff that include medical and paramedical staff. അല്ലെ എന്താണ് നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് എന്താണ് ഓരോ ഓണർഷിപ്പ് ഓരോ ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഓരോ മേൽനോട്ടങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കുന്നില്ലേ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ലീഡർഷിപ്പ് ഒക്കെ ഉപയോഗിച്ച് എന്താണ് അവർക്ക് സമഗ്രമായിട്ടുള്ള അവരെന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റും അവരുടെ അറിവുകളും അവരുടെ വൈദഗ്ധ്യങ്ങളും അല്ലെ സ്കിൽസുകളും കഴിവുകളൊക്കെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ
വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ? അവർക്ക് എന്താണ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്, എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഓരോ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ മേഖലയില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് അവർക്ക് നിർവചിക്കപ്പെട്ടിട്ടുള്ള ലീഡർഷിപ്പ്, ഓണർഷിപ്പ്, അതായത് ലീഡർഷിപ്പ്, അവരെ ഉത്തരവാദിത്തങ്ങള് ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ഒരു സമഗ്രമായിട്ടുള്ള കോംപ്രഹെൻസീവ് അല്ലെ, സമഗ്രമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ നോളജുകള്, അവരുടെ സ്കിൽസുകൾ അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് മിസ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡുകൾ ഉണ്ട് അല്ലെ? ആ ബോർഡുകൾ ഏതൊക്കെയാണ്? അക്രഡിറ്റേഷൻ ബോഡീസ്. ഫസ്റ്റ് പറയുന്നത് നാബ്, നമ്മൾ തുടങ്ങി വെച്ചപ്പോ തന്നെ പറഞ്ഞു അല്ലെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബ് പറയുന്ന സ്റ്റാൻഡേർഡുകള്, മാനദണ്ഡങ്ങള് ആ ഒരു ഹോസ്പിറ്റലിലെ പെർഫോമൻസില് വിലയിരുത്തിയതിനു ശേഷം നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് നാഷണൽ ലെവലില് അംഗീകാരം കൊടുക്കുന്നതാണ് NABH. നാബ് കുറച്ച് സർട്ടൻ സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡുകൾ അവിടുത്തെ പെർഫോമൻസിൽ എത്ര മാത്രമുണ്ട് എന്നുള്ള കാര്യങ്ങള് വിലയിരുത്തിയതിന് ശേഷം നാഷണൽ ലെവലില് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് NABH. നെക്സ്റ്റ് പറയുന്നത് NABL. മിസ് എടുത്തിട്ടുണ്ട്, NABL പറഞ്ഞിട്ടുണ്ട്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ? നമ്മുടെ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം നാഷണൽ ലെവലിലെ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് NABL. ഓക്കെ ആണോ? ജസ്റ്റ് അതിന്റെയൊക്കെ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒന്നുകൂടെ പറയണം, NABH എന്ന് പറയുന്നത് നാബ് സർട്ടൻ എന്താണ് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, സ്റ്റാൻഡേർഡുകള്. അപ്പൊ ആ ഒരു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകള്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലില് വിലയിരുത്തിയതിന് ശേഷം ഹോസ്പിറ്റലുകൾക്ക് നാഷണൽ ലെവലിൽ അംഗീകാരം കൊടുക്കുന്നതാണ് NABH. NABL എന്ന് പറയുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നമ്മുടെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം നാഷണൽ ലെവലില് ലബോറട്ടറീസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് NABL. നെക്സ്റ്റ് പറയുന്നത് ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് ഇന്റർനാഷണൽ ലെവലില് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ACHSI. ഓക്കെ അല്ലേ? ഇതിന്റെയൊക്കെ ഫുൾ ഫോമുകൾ ഓർത്ത് വെക്കാട്ടോ. JCA മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. JCA കുറച്ച് പറയാനുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് JCA എടുക്കാം. ഇന്നത്തെ ക്ലിയർ ആണോ? നബിന്റെ പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.